ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മറുപടിക്ക് നിർബന്ധിതമാകുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം നിർബന്ധിതമാകുന്ന സാഹചര്യം തന്നെ ഒഴിവാക്കപ്പെടണമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിയമപ്രക്രിയയോടുള്ള എന്തെങ്കിലും ഒരു വിയോജിപ്പ് കൊണ്ടല്ല. അത് ഉപയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് സുവർണാവസരങ്ങളിൽ ബന്ധിതമാണ് എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്, കാപ്പി വേണ്ടവർക്ക് കാപ്പി, ചായ വേണ്ടവർക്ക് ചായ എന്ന നിലപാടാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പരിഹസിക്കുമ്പോൾ ഇത് അഴകുഴമ്പന്മാരുടെ അങ്ങാടിയാണ് എന്നത് മറന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിലേത് രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യം എടുത്ത നിലപാട് ഇപ്പോഴും തുടരുന്നത്? ഈ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോൾ കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്തതാണ്. അത് നടപ്പിലാക്കിയ രീതിയാണ്, ഞാനത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. വിധിയെ സ്വാഗതം ചെയ്തു, നടപ്പിലാക്കിയ രീതിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ കോൺഗ്രസ് നിലപാട്. പിന്നെ RSSന് ഈ കേസുമായുള്ള ബന്ധം ഞാൻ പറയേണ്ടതുമില്ലല്ലോ. ഹിന്ദു ഐക്യവേദിക്ക് അന്നും ഇന്നുമുള്ള നിലപാട് എന്ന് പറയുന്നത് അവിടെ യുവതീ പ്രവേശനം സാധ്യമാകണമെന്നുള്ളത് തന്നെയാണ്. ഭക്തന്മാരെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടും സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയം അതിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമുള്ളിടത്താണ് ആ പ്രശ്നങ്ങൾ അവരുന്നയിക്കുന്നത്. ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ആദ്യം മുതൽ ഇപ്പോഴും അതേ ശൗര്യത്തോടും അതേ അഭിമാനബോധത്തോടും കൂടി പറയുന്ന ഒരേ ഒരു സംഘടന NSS ആണ്. അത് രാഷ്ട്രീയ സംഘടനയല്ല എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. സാമുദായിക സംഘടനയാണ്. അതുകൊണ്ട് അവർക്ക് ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്യാം.